ബെറ്റിങ്, ഗാംബ്ലിങ് ഇമാനത്തെ ഉഡായിപ്പ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ടാഗിലിരിക്കുന്ന ഫസ്മിന സാക്കിറിനെ കുറിച്ചാണ് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ പോയിന്റ് പറയാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് വീണ്ടും ആഡ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയിരുന്നു. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി നമ്പർ ചോദിച്ചു. ഞാൻ നമ്പർ കൊടുത്തു. എനിക്ക് അറിയണമായിരുന്നു എത്ര തരും അല്ലെങ്കിൽ ഇവരെത്ര കൊടുക്കുന്നുണ്ട് ഈ ആളുകൾക്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അയച്ച സമയത്ത്, തിരിച്ച് റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഇവരെനിക്ക് വാട്സാപ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ലിങ്കൊക്കെ ചോദിച്ചു. ഞാനത് ഇട്ട് കൊടുത്തു. 1,00,000 രൂപ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, 1,00,000 rupees പെർ വീഡിയോ. അപ്പോൾ അവരെന്തോ 1.35 മിനിറ്റ് എന്തോ ആണ് അവർക്ക് വീഡിയോ ചെയ്യാനുള്ളത്. അത് റീൽ ഫോർമാറ്റിലുള്ള വീഡിയോസാണ് അവർക്ക് വേണ്ടതെന്നും അവർ പിന്നെ നെഗോസിയേഷന് എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ച് സാധനം സെറ്റാക്കിയപ്പോൾ ഇവന്മാർ പറയുന്നത് എത്ര അറിയുമോ നമുക്ക്? ദേ ആർ റെഡി ടു ഗീവ് 75 or 80,000 rupees പെർ വീഡിയോ. ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോ, ഈ ചെയ്യുന്നവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടാവും? ഓക്കെ, ഞാൻ പറഞ്ഞ എമൗണ്ടിലോ അല്ലെങ്കിൽ കിട്ടിയ ഓഫറിലോ ഞാൻ ഇനി എന്തെങ്കിലും കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഈ നിങ്ങളിത് കളിച്ച് പൈസ നേടുമെന്ന് പറയുന്നവർ, അവർ റെഡിയായി വന്നിട്ട് അവർക്ക് എത്ര കിട്ടുന്നുണ്ട് അവർ റിവീൽ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അവർ റിവീൽ ചെയ്യട്ടെ എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. നാട്ടുകാരെ പറ്റിച്ച് ഉഡായിപ്പിച്ച് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കണ്ണീര് വീണ പൈസയ്ക്ക് ഇവർ ഈ ഉഡായിപ്പ് സാധനം കാശ് കൊടുത്ത് ഇവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിച്ച് വീണ്ടും കുറേ എണ്ണത്തിനെ കണ്ണീരിലാക്കും. കാണിക്കുന്നത് ഇവരുടെ ഹൈഫൈ ലൈഫ് സ്റ്റൈൽ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവരോട് എത്ര രൂപ ഈ പ്രൊമോഷൻ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഉഡായിപ്പുകാർ നിങ്ങൾക്ക് എത്ര രൂപ തരുന്നു, ആ തരുന്നതിൽ നിന്ന് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവരോട് തിരിച്ചു ചോദിച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനങ്ങൾ പോയി പെടരുത്. ഓക്കെ, ഞാൻ കോണ്ടന്റ് പോയി കണ്ടോ. എനിക്ക് ഒരുപാട് പേര് ഫസ്മിന സാക്കിറിൻ്റെ ഒരു കോണ്ടന്റ് അയക്കുന്നുണ്ട്. സോ രാവിലെ മുതൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഫസ്മിന സാക്കിറിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഫസ്മിന സാക്കിർ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മേ ബി ദ തിങ്. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഒരുപാട് പേര് ഫസ്മിന സാക്കിറിൻ്റെ നീ കണ്ടില്ലേ. ഞാൻ ഫസ്മിന സാക്കിറിൻ്റെ മാത്രമല്ല, മല്ലു ഫാമിലി സുജിൻ്റെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഇതേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളും ഇതേ ബെറ്റിംഗ് ആപ്പും സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് ഗാംബ്ലിങ്, ബെറ്റിംഗ്, കളർ, മറ്റത് അറച്ചത്, അങ്ങനെ കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു ഉത്തരം, പൈസ വേണ്ടേ? നിനക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് വേറെ ബിസിനസ്സിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസ കിട്ടുന്നതും ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നതും ഞങ്ങൾ ഇതിലൂടെയാണ് ബ്രോ. ഞങ്ങൾക്ക് പൈസയാണ്, ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞങ്ങൾ വീഡിയോ ഇടുന്നു. ആ ഇടുന്നത് കണ്ടിട്ട് ആരെങ്കിലും കളിച്ചിട്ട് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ പോവാം. റിസ്ക്കാണ്. റിസ്കിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്തോ. ഈ ഒരു ഉത്തരമാണ്. പേഴ്സണലി ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട്, എടി വേണോ ഇത്? നോ. എല്ലാവരും പറയുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സ് ഉള്ള കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ നെയ്യതാ ഈ വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്താണെങ്കിലും ഫസ്മിന സാക്കിർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോണ്ടന്റിൻ്റെ കോർ എന്ന് പറയുന്നതും ഇതേ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷനാണ്. ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ആസ് യൂഷ്വൽ എല്ലാവരും ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർ കാണിക്കുന്ന സെയിം പരിപാടി. അവരുടെ ബയോയിൽ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു ബെറ്റിംഗ് ആപ്പിൻ്റെ ലിങ്കോ സാധനങ്ങളോ അവർ ബയോയിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവർക്കൊരു ടാർഗറ്റ് കാണും, ഇത്ര വീഡിയോ ഒരു മാസത്തിൽ ഇടണം എന്നുള്ളത്. സോ അത് അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്തേക്ക് എന്ത് ചെയ്യും, ഓരോ കോണ്ടന്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കുറേ പേര് നന്മമരം കാണിക്കുന്നുണ്ട്, പൈസ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു നന്മ ഫീൽ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നു. അങ്ങനെ കാണിച്ചതിന് ശേഷം വീണ്ടും ഈ പൈസ ഉണ്ടാക്കുന്നത് ഞാൻ എവിടുന്നാ നിങ്ങൾക്കറിയുമോ ഈ ചോദ്യം ചോദിക്കുന്നു. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ആർക്കെങ്കിലും ഒരു ഗോൾഡോ ഒരു സാധനമോ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നു, ഞാൻ ഈ പൈസ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. സെയിം പാറ്റേൺ ആണ് ഫസ്മിന സാക്കിറും ഫോളോ ചെയ്യുന്നത്. ഫസ്മിനയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോക്കകത്ത് വരെ ഈ സാധനം കയറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ പോയിന്റ്. ഓക്കെ, എന്താണെങ്കിലും ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. ഇങ്ങനത്തെയൊക്കെ വീഡിയോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ്
ക്ലോസ് ആയിരിക്കും, കമൻറ്റ് ബോക്സ് ഉണ്ടാവില്ല, കമൻറ്റ് ബോക്സ് എടുത്ത് തൂക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോ ഈ കല്യാണ പരിപാടിക്ക് നിക്കാഹിൻ്റെ പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൽ വരെ ഈ പ്രൊമോഷൻ കയറിയ സാധനം ഇവിടെ പ്ലേ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ വണ്ടി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. സോ ഐ തോട്ട് ഐ ഗോ ടേക്ക് ഡ്രസ്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രസ്സ് എക്സൈറ്റ്ലി കാണിച്ചു തരത്തില്ല, പക്ഷേ കുറേ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ലെറ്റ്സ് ഗോ. സോ ദിസ് ഈസ് മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ചെന്താ എനിക്കറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, എങ്ങനെ മമ്മി ഡാഡി കാര്യങ്ങളൊക്കെ പറയുന്നു, ഫസ്മിനെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ് ഹാപ്പൻ. ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഫസ്മിനെ ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ ബ്ലറാക്കി വെക്കട്ടെ. എനിക്ക് ആ ബെറ്റിംഗ് ആപ്പ് ഇതിലൂടെ കാണിക്കാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇതേപോലെ ഓരോ കോണ്ടൻറ്റും ആദ്യം ബിൽഡ് ചെയ്ത് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ എൻഡ് പോർഷൻ ടെയിൽ പോർഷനിൽ വരുന്നത് ഈ പറഞ്ഞ ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ പരിപാടികളും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് സീരിയസ്ലി കുറേ പേര് വൻ നന്മയൊക്കെ ഇരുന്നിട്ട് യൂട്യൂബിലൂടെ പറയുന്നുണ്ട്, ചാനൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ചാനലിന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റിംഗ് ആപ്പ് ഇതേപോലെ പ്രൊമോട്ട് ചെയ്യുക. ഒരു ഇല്ലീഗൽ സാധനമാണ് ഈ പരിപാടി. ഇത് എത്രയാ പറയുക, ഞാനിതിന് എനിക്ക് വന്ന് ഒരുപാട് വട്ടം സംസാരിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം എനിക്ക് ഇന്നോട് തന്നെ ഒരുമാതിരി അറപ്പും വെറുപ്പും തോന്നുന്നു. ഇവിടെ വൃത്തികെട്ടവനെ, നീ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ ആരും ചെയ്യാതിരിക്കുന്നുണ്ടോ? എല്ലാവന്മാരും ഇത് വീണ്ടും ചെയ്യുന്നു. ചോദിച്ചു തന്നു കഴിഞ്ഞാൽ നിന്നോട് കാശ് എന്ന് പറയും, നിനക്കെടുത്ത് കൊടുക്കാം. ഈ സ്കീമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ട്രാപ്പായ ഒരവസ്ഥ. കാരണം നമുക്ക് അത്രയും പേഴ്സണലി അറിയുന്നവരും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിലുള്ള ആളുകൾ പോലും ഇത് ചെയ്യുമ്പോൾ വി ആർ ലൈക്ക്, ഞാൻ നോട്ട് വി എന്നുള്ളത്, ഞാൻ ഹെൽപ്ലെസ് ആണ്. ഞാൻ വി എന്ന് പറയാൻ കാരണം എനിക്ക് അറിയുന്ന കുറേ പേരും ഇതേപോലെ അവർക്ക് അറിയുന്ന ഫ്രണ്ട്സ് ചെയ്തിട്ട് അവരെ പോയി ഉപദേശിക്കാൻ നിന്നിട്ടോ അല്ലെങ്കിൽ അവരോട് പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നിട്ടോ ഒരു കാര്യമില്ല. ഇനി ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഷുവർ അല്ല, നാളെ രാവിലെ ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് റെഡി ടു റിവീൽ തിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജുകൾ വരുന്നുണ്ട്. ആ വ്യക്തി ഇതേപോലുള്ളൊരു ഗെയിമിംഗ് ആപ്പിൽ, ഈ ഗെയിമിംഗ് ഇതിന് പറയാൻ പാടില്ല, സോറി, ഞാനും നമ്മളൊക്കെ ഇതിന് യൂസ് ടു ആയി. കാരണം നമ്മളെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഗെയിമാണ് എന്നുള്ളതാണ്. ഇതല്ല ഗെയിമിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഉഡായിപ്പ് സാധനം വീണ്ടും ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തതിൽ പോയി പെട്ടിട്ട് ഒരു വ്യക്തി കളിച്ച ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതായ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു പയ്യൻ. സോ ഞാൻ അവനോട് സംസാരിച്ചതിന് ശേഷം അവൻ്റെ അവസ്ഥകൾ എന്താണ്, അവൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഞാൻ ഒരു കോണ്ടൻ്റായിട്ട് ഹീസ് ഫൈൻ വിത്ത് ഇറ്റ്, ഞാൻ എന്താണെങ്കിലും നാളെ ചെയ്യാം. അതൊരു നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാനും ഈ ഉഡായിപ്പ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഒരു സൈഡിൽ ഈ ഉഡായിപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി, നിങ്ങൾക്ക് ഈ കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങളടുത്ത് വരുന്ന ഈ ഉഡായിപ്പ് ഇങ്ങനത്തെ രാജ കീജ പൂജ സാധനങ്ങൾ, ഇവന്മാർ അപ്പുറത്തെ സൈഡിൽ എത്രയോ ആളുകളെ പറ്റിച്ചിട്ടും ജീവിതം ഇല്ലാതാക്കിയിട്ടുമാണ് നിങ്ങളടുത്ത് വന്നിട്ട് വീണ്ടും ഈ സാധനത്തിന് പൈസ തന്ന് നിങ്ങളിത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓൺ മൈ നോയിങ് കേരളത്തിലൊരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഫാമിലി വ്ളോഗർ 18-20 ലക്ഷം രൂപയാണ് അതൊന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതൊരു റൈറ്റ് ടൈം ആവുന്ന സമയത്ത് അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നത്. ഞാൻ എത്രയോ കോണ്ടൻറ്റുകളിൽ ഇത് പറയുന്നുണ്ട്. കാറ് വാങ്ങുന്നതും ബൈക്ക് വാങ്ങുന്നതും സ്വർണം മേടിക്കുന്നതും വീട്ടിലേക്ക് ഒറ്റയടിക്ക് ഒരു AC വാങ്ങുന്നത് എല്ലാം ഇൻസ്റ്റൻ്റാണ്. അതായത് ആഗ്രഹിച്ച എന്തും നടക്കും, നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ ഇപ്പുറത്ത് പോയിട്ട് മൊബൈലിൽ ഇത് കളിച്ചാൽ മതി, അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് വാങ്ങാം. എന്തുവാട് പണം കായ്ക്കുന്ന മരുന്ന് കിട്ടുന്നുണ്ട്, പണം കായ്ക്കുന്നത് ഫോണിലാണോ ഇപ്പോൾ? സംഗതി ശരിയാണ്, കായ്ക്കും. നല്ല എന്താ പറയുക, അത്യാവശ്യം നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയ ഫേസ് നിങ്ങളായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും നല്ല റവന്യൂ തരുന്ന യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ഇത് കായ്ക്കും എന്നുള്ളത്. പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട്. ഇത് എവിടുന്നാണ് ഈ ഉഡായിപ്പ് ഈ സാധനം? ഇതെന്നെ പരിപാടി. ഇതിനു വേണ്ടി ഒരു ടെലിഗ്രാം, ഇതിനു വേണ്ടിയിട്ടൊരു ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ്, ഇതിനു വേണ്ടിയിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഇതന്നെ പണിയടി. എന്താണെന്നുണ്ടെങ്കിലും വളരെ മോശം പരിപാടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ
ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരും ഇൻഫ്ലുവൻസേഴ്സ് ഓർ കോണ്ടൻറ്റ് ക്രിയേറ്റർ ഹൂവർ ഇറ്റ് ഈസ് ഇവരോടൊക്കെ പറഞ്ഞ് മടുത്തിട്ടുണ്ട്. എനിക്ക് ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, ഇവർ ഈ കാണിക്കുന്ന നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളെ വാവ് അടിപ്പിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നിങ്ങൾ ട്രാപ്പ് ആവാതിരിക്കുക. ഓക്കെ, ഇവർ ഇതൊന്നും കളിച്ച് കിട്ടിയുന്ന പൈസ കൊണ്ടല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. അവർ കളിച്ച് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി ഈ ഉഡായിപ്പന്മാർ കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി പണിയാണ് ഇവരെടുക്കുന്നത്. ഓക്കെ, ആ പണിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്തും ഇങ്ങനത്തെ സാധനങ്ങളോട് യോജിക്കാനും പറ്റില്ല. ഇനി പേഴ്സണൽ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിലേഷൻസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ റിലേഷൻസ് കീപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇതിനവരെ സപ്പോർട്ട് ചെയ്യാനോ ഇതിൻ്റെ കാര്യത്തിൽ അവരെ എന്താ പറയുക ഒന്ന് അവർക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് നടക്കണം. കാരണം അവർക്ക് നമ്പർ ഓഫ് റീസൺസ് ആണ്, പലരും പറയുന്ന പല റീസൺസ് ആണ്. ലൈഫ് വഴിമുട്ടിയ അവസ്ഥയാണ്, സോഷ്യൽ മീഡിയയിലാണ് ജീവിതം തുടങ്ങിയത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്നെ ഒന്നും കിട്ടാതെ ഈ വ്യൂസ് കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ കട്ടപ്പാലെടുത്ത് കക്ക ഇറങ്ങുമോ ഈ പറയുന്നവർ? എടാ ഇതും പണിയാണ്, മനസ്സിലായോ? അതായത് നമ്മള് അത് സത്യം, ആളെ പറ്റിച്ചുണ്ടാക്കരുത്. ഇത് പറ്റിപ്പാണ്, ഉടായ്പാണ്, പറ്റിക്കലാണ്. അത് ചെയ്യരുത്. നിങ്ങൾക്ക് വ്യൂസ് കുറഞ്ഞോ, നിങ്ങളെ ചാനൽ ഡൗൺ ആയോ, പൊങ്ങി വരും. അതിനൊക്കെ ഒരു ടൈമിൽ അതങ്ങോട്ട് ആവും, അതൊന്ന് താഴും ഒന്ന് പൊന്തും, ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ ഇത് ഒരുമാതിരി എന്താ പറയുക, ഒരു കുറച്ച് ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഉള്ളവരുടെ ജീവിതം തൊലച്ച് ആ തൊലഞ്ഞ പൈസയും കൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് ഇപ്പുറത്ത് വീണ്ടും നിങ്ങളെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പൊക്കുന്നതോ അല്ലെങ്കിൽ എടുത്ത് പിടിച്ച് കാണിക്കുന്നതോ. അത് നിലനിൽക്കില്ല അത് ലൈഫിൽ. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇല്ലീഗൽ സാധനങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാളെ ഇതെന്താ പറയുക, ഇതിൻ്റെ ട്രബിൾ ശരിക്കും വരാൻ പോകുന്നത് ഇതൊക്കെ ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടം ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പൂട്ടും, നല്ല പണി കിട്ടും ആ ദിവസം. അന്ന് നില വിളിച്ച് കരഞ്ഞ് ഓടുന്നത് കാണാം ഇവിടെ ഈ ചെയ്യുന്ന ആളുകളൊക്കെ. അത് ഓർമ്മയിൽ വെച്ചാൽ മതി മനസ്സിൽ.